വളരെ പ്രതീക്ഷയോടെ അധികാരത്തിന്റെ അപകർഷണം നുണയാൻ സമീപകാലങ്ങളിൽ മോദിയോടൊപ്പം ചേർന്ന കക്ഷികൾ കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ NDയുടെ ഈ വണ്ടി ഏറെക്കാലം ഓടില്ല എന്ന് ഉറപ്പായിരുന്നു. അജിത് പവാറിന്റെ NCP കട്ടക്കലിപ്പിലാണ്. UPA സർക്കാരിൽ ഞങ്ങൾക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഓഫർ ചെയ്തത് വെറും സഹമന്ത്രി സ്ഥാനം. അതിനാൽ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് അവർ പറഞ്ഞു. അടുത്ത വെടി വരുന്നത് മുഖ്യമന്ത്രി ഷിൻഡെയുടെ ശിവസേനയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ മാവലിൽ നിന്നുള്ള MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീരംഗ് ബാർനെ പറഞ്ഞത്, ഞങ്ങൾ മുന്നണിയിലെ 4ാമത്തെ വലിയ കക്ഷിയാണ്, എന്നിട്ടും ഞങ്ങൾക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം പോലും നൽകിയില്ല. 5 MP-മാരുള്ളവർക്ക് ക്യാബിനറ്റ് മന്ത്രി പദവി നൽകി, 2 MP-മാരുള്ളവർക്ക് നൽകി. വെറും 1 MP മാത്രമുള്ള ജിതിൻ റാം മാഞ്ചിക്ക് പോലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകി. 7 MP-മാരുള്ള ഞങ്ങൾക്ക് മാന്യമായും 2 ക്യാബിനറ്റ് മന്ത്രിമാരെ ലഭിക്കുവാനുള്ള അവകാശമുണ്ട്. ഇത് 3 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടം വരുത്തും എന്നാണ്. ഇതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു കാര്യം, ഷിൻഡെ ശിവസേനയിലെയും അജിത് NCPയിലെയും BJPയിലെയും 40 MLA-മാർ ഇന്ത്യ മുന്നണി പക്ഷത്തേക്ക് ചാടാൻ റെഡിയായിരിക്കുകയാണെന്നാണ്. गेलेले अजितदादा पवारांच्याकडचे असू दे किंवा शिंदे गटाकडे असू दे, पुढच्या महिनाभरामध्ये जवळपास यांचे दोघांचे मिळून 40 आमदार घरवापसी होईल. അതോടൊപ്പം 5ഓളം മഹാരാഷ്ട്ര MP-മാരും ഹർവാപ്പസി നടത്താൻ ഒരുങ്ങുകയാണെന്ന് വിശ്വസനീയമായ റിപ്പോർട്ടുകളും വരുന്നു. BJP കഴിഞ്ഞാൽ ND സഖ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ TDPയിൽ വലിയ അസ്വാസ്ഥ്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അവർ 2 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ 4 മന്ത്രിസ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളുമായിരുന്നു ആവശ്യപ്പെട്ടത്. അതോടൊപ്പം സ്പീക്കർ പദവിയും വേണമെന്ന് വാശി പിടിച്ചു. എന്നാൽ അവർക്ക് നൽകിയതാകട്ടെ ഒരു ഗുണവുമില്ലാത്ത വ്യോമയാന മന്ത്രാലയം മാത്രം ക്യാബിനറ്റ് പദവി. വ്യോമയാനത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത വേസ്റ്റ് മന്ത്രാലയമാണ്. എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റയുടെ കീഴിൽ പ്രൈവറ്റ് കമ്പനിയായി. എയർപോർട്ടുകളെല്ലാം തന്നെ അദാനിക്ക് വിറ്റു. പിന്നെ എന്ത് കാര്യമാണ് വ്യോമയാന മന്ത്രാലയത്തിലുള്ളത്? പിന്നെ കിട്ടിയത് ഒരു സഹമന്ത്രി സ്ഥാനവും. സ്പീക്കർ പദവിക്ക് TDP കടുംപിടുത്തമാണ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ ലഭിക്കാൻ സാധ്യതയില്ല. TDP സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനായി BJPയുടെ തന്ത്രം, BJPയുടെ ആന്ധ്ര പ്രസിഡന്റും രാജമന്ത്രി MP-യും ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ സഹോദരിയുമായ ദഗ്പതി പുരന്ദേശ്വരിക്ക് സ്പീക്കർ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണെന്ന് വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഗതികെട്ട് ഇത് TDPക്ക് അംഗീകരിക്കേണ്ടി വന്നേക്കാം. അതിനിടയിലാണ് DK ശിവകുമാറുമായുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ ഈ കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വരുന്നത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി കൊടുക്കാം എന്ന വാഗ്ദാനത്തിൽ അവരെ ഒതുക്കാമെന്നാണ് മോദി കരുതുന്നത്. എന്നാൽ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ എതിർപ്പുമായി വരുമെന്ന് ഉറപ്പാണ്. അതിനാൽ അവരുടെ അതൃപ്തി അധികകാലം അടക്കി നിർത്താനാവില്ല എന്ന് ഉറപ്പാണ്. പിന്നെ നിതീഷ്, അദ്ദേഹവും 2 ക്യാബിനറ്റ് മന്ത്രി ഉൾപ്പെടെ 4 സ്ഥാനങ്ങളെങ്കിലും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ലഭിച്ചതാകട്ടെ ഒരു കളിപ്പാട്ട ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും മാത്രം. തെരുതെര മുന്നണി മാറുന്നവൻ എന്ന അപഖ്യാതിയുള്ളതിനാൽ തൽക്കാലം കടിച്ചമർത്തി നിൽക്കുന്നു. എന്നാൽ മന്ത്രിമോഹമുള്ള പലരും നിതീഷിന്റെ പാർട്ടിയിലുള്ളതിനാൽ പാർട്ടിയിൽ പിളർപ്പ് നടക്കാൻ വലിയ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിതീഷ് തീർച്ചയായും വീണ്ടും മറുകണ്ഠം ചാടുമെന്ന് ഉറപ്പ്. ഇപ്പോൾ ബീഹാറിന് പ്രത്യേക പദവി വാഗ്ദാനം കൊടുത്ത് അടക്കി നിർത്തിയിരിക്കുന്നു. പക്ഷേ അതും നടപ്പിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. അടുത്തത് ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ. ഒരു MP-യുള്ള ഇവർക്ക് മന്ത്രിസ്ഥാനം നൽകിയിട്ടേയില്ല. അവസരം വരുമ്പോൾ മറുകണ്ഠം ചാടുന്നതിന് തക്കം പാർത്തിരിക്കുകയാണ് അവരും. പിന്നെ ബംഗാളിലെ 4ഓളം BJP MP-മാർ MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ND മുന്നണിയുടെ ആയുസ് 6 മാസമെങ്കിലും നീണ്ടാൽ അത്ഭുതമായിരിക്കും. ഒരിക്കൽ ഒരു വിള്ളൽ വീഴാൻ തുടങ്ങിയാൽ പിന്നെ തകർച്ച അതിവേഗത്തിലായിരിക്കും.